തൃശൂർ അങ്കമാലി ദേശീയപാതയിൽ അറ്റകുറ്റപ്പണി നടത്താത്തതിന് നടത്തിപ്പുകാരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കുന്നതിൽ ദേശീയപാത അതോറിറ്റി വീഴ്ച വരുത്തിയെന്ന് CAG. കോടികളുടെ നഷ്ടം തിരിച്ചുപിടിക്കുന്നതിൽ പുരോഗതിയില്ല. ദേശീയപാത ഉപയോക്താക്കളിൽ നിന്ന് 28,361 കോടി രൂപയുടെ അധിക ടോൾ ഈടാക്കിയതായും CAG കണ്ടെത്തി. പൊതുസ്വകാര്യ പങ്കാളിത്തമുള്ള ദേശീയപാത പദ്ധതികളിൽ നടത്തിപ്പുകാർക്കുള്ള വ്യവസ്ഥകൾ തൃശൂർ അങ്കമാലി പദ്ധതിയിൽ ലംഘിക്കപ്പെട്ടുവെന്നാണ് CAGയുടെ കണ്ടെത്തൽ. അറ്റകുറ്റപ്പണികൾക്കുള്ള ചുമതല നടത്തിപ്പുകാർക്കാണെങ്കിലും പദ്ധതിയിൽ ഇത് നിറവേറ്റപ്പെട്ടില്ല. 2013 ജൂലൈയിൽ സാങ്കേതിക വിദഗ്ധർ നടത്തിയ പരിശോധനയിൽ 23.26 കോടി രൂപയുടെ നഷ്ടം നടത്തിപ്പുകാരിൽ നിന്ന് ഈടാക്കാൻ ശുപാർശ ചെയ്തു. ഡിസംബർ 31 വരെയുള്ള നഷ്ടം 27.54 കോടി രൂപയാണ്. തുക ഈടാക്കാൻ നടപടികൾ ആരംഭിച്ചുവെന്ന് ഉപരിതല ഗതാഗത മന്ത്രാലയം പറയുമ്പോഴും ഇതിൽ പുരോഗതി ഉണ്ടായിട്ടില്ല. രാജ്യത്തെ 94 പദ്ധതികൾ ഓഡിറ്റ് ചെയ്ത CAG ദേശീയപാത അതോറിറ്റിയുടെ ടോൾ പിരിവിലെ ക്രമക്കേടുകളും തുറന്നുകാട്ടുന്നു. നടത്തിപ്പുകാർക്ക് കാലാവധി നീട്ടി നൽകിക്കൊണ്ട് ദേശീയപാത ഉപയോഗിക്കുന്നവരിൽ നിന്നും ഭീമമായ ടോൾ അതോറിറ്റി ഈടാക്കുന്നതായാണ് കണ്ടെത്തൽ. 28,361 കോടി രൂപ ഇത്തരത്തിൽ അധികമായി ഈടാക്കി. അനിൽ അംബാനിയുടെ റിലയൻസ് ഇൻഫ്ര, L&T തുടങ്ങിയ സ്വകാര്യ കമ്പനികൾക്ക് 2,920 കോടിയിലധികം രൂപയുടെ ലാഭമാണുണ്ടായത്. ദില്ലി ആഗ്ര ദേശീയപാത പദ്ധതിയിൽ കരാർ വ്യവസ്ഥകൾ ലംഘിച്ചിട്ടും റിലയൻസ് ഇൻഫ്രയ്ക്ക് ടോൾ പിരിവിന് അനുമതി നൽകി. 2009, 2010, 2012, 2013 കാലയളവിൽ പ്രതിദിനം 20 കിലോമീറ്റർ ദേശീയപാത വികസനമെന്ന ലക്ഷ്യം നിറവേറ്റാനായില്ല. ഹൈവേ വികസന പദ്ധതികൾക്ക് മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാത്തതുകൊണ്ട് 23 പദ്ധതികളിലായി 886 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നും CAG റിപ്പോർട്ടിലുണ്ട്. റിപ്പോർട്ടർ, ദില്ലി.